RSSന്റെ അടുത്ത ആക്രമണം പട്ടികജാതിക്കാർക്ക് നേരെയാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംവരണം അട്ടിമറിക്കുകയാണെന്നും പിന്നാക്ക സംവരണത്തിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്നും കോടിയേരി പറഞ്ഞു. SNDP നേതൃത്വം പ്രതിനിധാനം ചെയ്യുന്നത് സമ്പന്ന വിഭാഗത്തെ ആയതിനാലാണ് സംവരണ വിരുദ്ധ നയം സ്വീകരിക്കുന്ന BJPയുമായി കൂട്ടുകൂടാൻ വെള്ളാപ്പള്ളി തയ്യാറാവുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ISISന്റെ ഇന്ത്യൻ രൂപമാണ് RSS എന്നും വരും ദിവസങ്ങളിൽ പട്ടികജാതിക്കാരും ഇവരുടെ ആക്രമണങ്ങൾക്ക് ഇരയാവുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിന്നോക്ക സമുദായത്തിൽ സംവരണം ലഭ്യമാകുന്ന വിഭാഗങ്ങളിൽ മേൽത്തട്ട് വിഭാഗത്തിന് ഇപ്പോൾ സംവരണമില്ല. ക്രിമിലെയർ വിഭാഗത്തിന് ഇന്ന് സംവരണമില്ല. SNDP നേതൃത്വം പ്രതിനിധാനം ചെയ്യുന്നത് ആ സമുദായത്തിലെ ക്രിമിലെയർ വിഭാഗത്തെയാണ്. അതുകൊണ്ടാണ് SNDP നേതൃത്വം സംവരണ പ്രശ്നം ഇപ്പോൾ കാര്യമായി മുന്നോട്ട് വെക്കാത്തത്. SNDPയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന പുതിയ പാർട്ടി RSSലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള വഴിയമ്പലമായി മാറും. കണ്ണൂരിൽ UDF പ്രവർത്തകരെ CPIM ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുകയാണെന്ന K. സുധാകരന്റെ ആരോപണത്തിനുള്ള കോടിയേരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. നോമിനേഷൻ കൊടുക്കാൻ പോലും ആളെ കിട്ടാതെ വന്നപ്പോൾ ജാല്യം മറക്കാനുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ വെറും പ്രചരണം മാത്രമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. സംസ്ഥാനത്ത് LDFന്റെ 19 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്നതിന്റെ സൂചനയാണിതെന്നും എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.